നമസ്കാരം. നമ്മുടെ +1 സുവോളജിയിലത്തെ ആദ്യത്തെ പാഠത്തിന്റെ പേരാണ് ദ ലിവിങ് വേൾഡ്. നമ്മുടെ ബോർഡ് എക്സാമിന് ഒരു മാർക്കിനെ ഈ പാഠത്തിന് ചോദിക്കുള്ളൂ, പക്ഷെ ഒരു മാർക്കിന് അതിൻ്റെതായിട്ട് ഒരു പ്രാധാന്യം ഇല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാഠവും നമ്മൾ നല്ലപോലെ പഠിക്കണം. ഈസി ചാപ്റ്റർ ആണ്. അപ്പോ ഈ പാഠത്തിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്നാ. അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാട് ചുമ്മാ ഒന്ന് നോക്കാം. ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുക? കാക്കുണ്ട്, കൊക്കുണ്ട്, പൂച്ചകളുണ്ട്, പട്ടികളുണ്ട്, കുറുനരി ഉണ്ട്, അല്ലെ? പിന്നെ സസ്യജാലങ്ങളുണ്ട്, അല്ലെ? പിന്നെ പാമ്പുകളുണ്ട്, തവളകളുണ്ട്, ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലെ? അപ്പോ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ലിവിങ് ഓർഗാനിസംസ്, അതിന്റെ എണ്ണം, അതിന് വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ചുറ്റുപാട് ഏതൊക്കെ ലിവിങ് ഓർഗാനിസത്തിനെ കാണുന്നത്, അവരുടെ എണ്ണം എന്തോരുണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 1.7 മില്യൺ മുതൽ 1.8 മില്യൺ ലിവിങ് ഓർഗാനിസംസ് ഉണ്ട് അത്ര നമ്മുടെ ഈ എർത്തില്. ഓക്കെ, അപ്പോ ഇതിനൊക്കെ പറ്റി പഠിക്കണ്ടേ നമുക്ക്? അതായത് ഈ ലിവിങ് ഓർഗാനിസത്തിനെ പറ്റിയിട്ടല്ലേ നമുക്ക് സുവോളജിയിൽ പഠിക്കേണ്ടത്. അപ്പോ ഇതിനൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന, ജീവജാലങ്ങളൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന, അവരുടെ വൈവിധ്യങ്ങളെ പറ്റി പഠിക്കുന്ന നമ്മുടെ ബയോളജിയിലത്തെ ഒരു ശാഖയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ സിസ്റ്റമാറ്റിക്സ് കേവലം ജീവികളെ പറ്റിയിട്ട് മാത്രമല്ല പഠിക്കുന്നത്. ഇന്ന ജീവിയിൽ നിന്ന് ഇന്നൊരു ജീവി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പൂർവികൻ ആ ജീവിയാണ്, മീൻസ് ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടെ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ബയോളജിയിലത്തെ ശാഖയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ സിസ്റ്റേമ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് നമ്മുടെ സിസ്റ്റമാറ്റിക്സ് എന്നുള്ളൊരു പദം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ സിസ്റ്റേമ എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് എന്നാണ് എന്റെ അർത്ഥം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിസ്റ്റേമ മീൻസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. ഒരു പ്രമുഖ ബയോളജിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് കാർലസ് ലിനേയസ്. നമ്മുടെ ഈ പാഠത്തിലെ മെയിൻ ഒരു ബയോളജിസ്റ്റാണ് കാർലസ് ലിനേയസ്. ഈ കാർലസ് ലിനേയസിന്റെ ഒരു പബ്ലിക്കേഷന്റെ പേര് തന്നെ അതാണ്. എന്താ പറയാ? നമ്മുടെ സിസ്റ്റേമ നാച്ചുറെ എന്നാണ് എന്റെ പേര്. സിസ്റ്റേമ നാച്ചുറെ, അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷന്റെ പേര് തന്നെ അങ്ങനെയാ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ സിസ്റ്റമാറ്റിക്സിലത്തെ ഒരു ബ്രാഞ്ച് ആണ് ടാക്സോണമി. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഓർഗാനിസത്തിനൊക്കെ എന്താ പറയാ, ക്ലാസിഫൈ ചെയ്യാം. ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സോണമി. സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. ഫാദർ ഓഫ് ടാക്സോണമി ഞാൻ നേരത്തെ പറഞ്ഞ സയന്റിസ്റ്റ് തന്നെയാണ് കാർലസ് ലിനേയസ്. കാർലസ് ലിനേയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഗതി? ബ്രാഞ്ച് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറീസ്. പല കാറ്റഗറീസ് ആയിട്ട് ഇങ്ങനെ തരംതിരിക്കുക. ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കാറ്റഗറീസിനെ വിളിക്കുന്ന മറ്റൊരു സയന്റിഫിക് നെയിം ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ടാക്സ. ഇനി നമ്മുടെ ഈ ടാക്സോണമിയിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, 4 സ്റ്റെപ്സ് ഉണ്ട് വരുന്നത്. ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. അപ്പൊ എന്താണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ബയോളജി സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. പണ്ടത്തെ കാലത്തെ ഓൾഡ് ജനറേഷനിലത്തെ ഒരു സുവോളജി സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ എനിക്ക് ടീച്ചർ ഒരു പ്രൊജക്ട് വന്നു, വയനാടൻ കാടുകളിൽ പോയിട്ട് ഒരു ജീവിനെ കണ്ടെത്താനാ, ഇതുവരെ കണ്ടെത്താത്ത ഒരു ജീവിനെ കണ്ടെത്താനായിട്ടാ. അപ്പോ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, തുമ്പിക്കൈയുള്ള ഒരു ജീവജാലം. അപ്പൊ അതാണ് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആനിമൽസ് ഹാവിങ് ട്രങ്ക് ആണ് എൻ്റെ അടുത്ത് കണ്ടെത്താനായിട്ട് ടീച്ചർ പറഞ്ഞത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ, തുമ്പിക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറാണ്, അല്ലെ? തുമ്പിക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറാണ്, ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ പച്ച കളറുള്ള ജീവി, അല്ലെ? അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉള്ള 4 കാലുള്ള ജീവി, പറക്കാൻ പറ്റുന്ന ജീവി, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ടീച്ചർ എനിക്ക് തന്നുള്ളത് എന്താണ്? തുമ്പിക്കൈയുള്ള ഒരു ജീവി. അപ്പൊ ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറൈസേഷൻ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? വയനാട് ട്രക്കിങ്ങിന് പോകുന്നു, കൊടുങ്കാട്ടിലേക്ക് ആരും കയറാത്ത വനത്തിന്റെ ഉള്ളിലേക്ക്, നമ്മുടെ വനം വകുപ്പിന്റെ പെർമിഷനോട് കൂടി ഞാൻ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് കടന്നപ്പോ ഞാൻ അതാ കാടുകൾക്കിടയിൽ ഒരു ജീവിയെ കണ്ടെത്തി, തുമ്പിക്കൈയുള്ള ഒരു ജീവി. ഞാൻ പോയി കണ്ടെത്തിയതാ. ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പൊ തുമ്പിക്കൈ ഉണ്ട്, 4 കാലുണ്ട്, വലിയ ചെവി ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് ആ ലിവിങ് ഓർഗാനിസത്തിനെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ പെടുത്തണം, അല്ലെ? അവരെ പിടിച്ച് നമുക്ക് പക്ഷികളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമോ? ഇല്ല. സസ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പൊ നമുക്കൊരു കൂട്ടത്തില് അവരെ എന്ത് ചെയ്യണം? പെടുത്തണം. ഞാൻ എലിഫന്റ്സിന്റെ കൂട്ടത്തിൽ, എലിഫന്റ്സിന്റെ ഗ്രൂപ്പിൽ ഞാൻ പുതിയ കാര്യം കണ്ടെത്തിയ ജീവിയാണ്, അതിനെ പെടുത്തി. ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ. തരം തിരിച്ച് അതിൽ കൊണ്ടുവച്ചു. ഓക്കെ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമോ? ഇല്ല. അതേപോലെ എന്താണ്, ആനകളുടെ ഒരു വർഗ്ഗമാണെന്ന് എനിക്ക് മനസ്സിലായി ആ ജീവി, അതിൽ കൊണ്ട് അതിനെ ഞാൻ പ്ലേസ് ചെയ്തു. ഇനി എനിക്ക് അതിനൊരു പേര് കൊടുക്കണം, ഒരു പേര് കൊടുക്കണം. പുതിയ ജീവിയാണ്, അപ്പൊ പേര് കൊടുക്കണം. ആ പേര് കൊടുക്കുക എന്നുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമൻ ക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രധാനമായിട്ടും 4 പ്രോസസ്സുകൾ ഉണ്ട് ഈ ടാക്സോണമിയില്. ക്യാരക്ടറൈസേഷൻ ഉണ്ട്, ഐഡന്റിഫൈ ചെയ്യണം, കാട്ടി പോയിട്ട് ക്ലാസിഫിക്കേഷൻ, ആ ഓർഗാനിസത്തിനെ പിടിച്ച് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഇടണം. പിന്നെ നോമൻ ക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പേര് കൊടുക്കണം. അപ്പോ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഈ ലിവിങ് ഓർഗാനിസത്തിന് സയന്റിഫിക് നെയിം അഥവാ ബയോളജിക്കൽ നെയിം കൊടുക്കണം? നമുക്കതൊരു ഉദാഹരണത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ടാപ്പിയോക്ക, അല്ലെ? നമ്മൾ തൃശ്ശൂർക്കാർ അതിനെ കൊള്ളി എന്ന് പറയും, മറ്റുള്ള ജില്ലക്കാർ അതിനെ കപ്പ എന്ന് പറയും, മരച്ചീനി എന്നൊക്കെ പറയും, അല്ലെ? ജർമ്മനിയിൽ വേറെ പേരാവും, കാനഡയിൽ വേറെ പേരാവും, ആഫ്രിക്കയിൽ വേറെ പേരാവും, അമേരിക്കയിൽ വേറെ പേരാവും, അല്ലെ? അപ്പൊ ആ സംഭവം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഒരേ സംഭവം തന്നെ വ്യത്യസ്ത പേരുകളിൽ എല്ലായിടത്തും അറിയപ്പെടാം. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ബയോളജിസ്റ്റുകൾ കൂടിച്ചേർന്നിട്ട് തീരുമാനിച്ചതാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സ്പെസിഫിക് നെയിം വേണം. ലോകത്തെ എല്ലായിടത്തും ആ സസ്യത്തെ അല്ലെങ്കിൽ ആനിമലിനെ ആ പേരിൽ തന്നെ അറിയപ്പെടണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ടാപ്പിയോക്കയുടെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഹോട്ട് എസ്കുലൻഡ എന്നാണ് അതിന്റെ പേര്. ഇപ്പൊ നമ്മൾ ജർമ്മനിയിൽ പോയിട്ട് 2 കിലോ മാനിഹോട്ട് എസ്കുലൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊള്ളി തന്നെ നമുക്ക് എടുത്തു തരും. അതിന്റെ പ്രത്യേകത. അപ്പൊ എന്താ സയന്റിഫിക് നെയിം എൻഷുവേഴ്സ് ദാറ്റ് ഈച്ച് ഓർഗാനിസം ഹാസ് ഓൺലി വൺ നെയിം ഓൾ ഓവർ ദ വേൾഡ്. ഇനി അപ്പോ ഈ സയന്റിഫിക് നെയിം ആർക്കൊക്കെ കൊടുക്കാനായിട്ടാ പറ്റുക? അപ്പൊ നാം ഒരു പുതിയൊരു ഓർഗാനിസത്തിനെ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്ലാന്റിനെ കണ്ടെത്തി, പുതിയൊരു ആനിമലിനെ കണ്ടെത്തി, ആർക്കാണ് പേര് കൊടുക്കാൻ പറ്റുക? എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പേര് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന് പേര് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ പക്ഷെ ആ നമ്മൾ പേര് കൊടുക്കാന്നുള്ള ആ പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമുക്ക് കണ്ണി കണ്ട പോലെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 2 ഓർഗനൈസേഷൻസാ. പ്ലാന്റ്സിന് വേറെ ഓർഗനൈസേഷൻ ആണ്, ആനിമലിന് വേറെ ഓർഗനൈസേഷൻ ആണ്. ആ ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും അതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളതാ. സസ്യങ്ങൾക്ക് പേരിടുന്ന ഓർഗനൈസേഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ICBM എന്നാണ് അതിനെ പറയാ നമ്മള്. എന്റെ ഫുൾ ഫോം എന്താ മക്കളെ? ഇന്റർനാഷണൽ കോഡ് ഫോർ ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്നാണ് അതിന്റെ പേര്. ഇവിടെ 4 ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഇന്റർനാഷണൽ കോഡ് ഫോർ ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇനി ആനിമൽസിനാണെങ്കിലോ വേറൊരു ഓർഗനൈസേഷൻ ആണ്, എന്റെ പേരാണ് ICZ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓഫ് ആണ് കേട്ടോ. ഇവിടെ 4 ആണ്, ഇവിടെ ഓഫ് ആണ്. ഈ ചോദ്യം എപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. എല്ലാവർക്കും പേര് നൽകാം, പക്ഷെ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് സെറ്റ് ആക്കി തന്നുള്ളത് ആരാ? ICBN അതുപോലെ തന്നെ ICZ. ഓക്കെ, നമ്മുടെ ലോകം മൊത്തം അംഗീകരിച്ച ഒരു പേരിടൽ പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാല് ബൈ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? 2 എന്നാണ് ഈ ബൈ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ടാപ്പിയോക്കന്റെ പേര് തന്നെ നിങ്ങൾ നോക്കിയേ, മാനിഹോട്ട് എസ്കുലൻഡ. ഇതിന് 2 ഭാഗമുണ്ട്. ഇത് 1ാമത്തെ ഭാഗം, ഇത് 2ാമത്തെ ഭാഗം. ഇങ്ങനെ 2 പേര് വെച്ചിട്ട് പേരിടാ. അതിന് വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്, നമ്മൾ അല്ലെ, നമ്മുടെ ബയോളജിക്കൽ നെയിം എന്താ? ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ്. ഇത് കറക്റ്റ് അല്ല കേട്ടാ. കാരണം ഇത് മുഴുവനാവണമെങ്കിൽ ഇതിന് നമുക്കൊരു അണ്ടർലൈൻ ചെയ്യണം, സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. അതിന്റെ റൂൾസ് ഒക്കെ നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ഈ ആദ്യത്തെ പേരിനെ വിളിക്കുന്ന പേരാണ് ജനറിക് നെയിം, മറ്റൊരു പേരാണ് ജീനസ് നെയിം. 2ാമത്തെ പേരിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് എപ്പിതെറ്റ് ഓർ സ്പീഷീസ് നെയിം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചറിലുള്ള ആൾക്കാർ? ആരൊക്കെ? 2 പേരുണ്ടാവും അല്ലെ. 1ാമത്തെ പേരിനെ വിളിക്കുന്ന പേര് ജീനസ് നെയിം, 2ാമത്തെ വിളിക്കുന്ന പേരാണ് സ്പീഷീസ് നെയിം.
ഈ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ പേരിടാനായിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ് അല്ലെ? നമുക്ക് ഈ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലായി മാനുഹോട്ട് എസ്കുലന്റ് എന്ത് ഭാഷ അല്ലെ? ഇത് ലാറ്റിൻ പദമാണ്. ഇപ്പൊ ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റൈറ്റ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സപ്പിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഇറ്റാലിക്സ് അടിച്ചു കൊടുത്ത് അങ്ങനെ ചെരിഞ്ഞിരിക്കും ലെറ്റേഴ്സ് അല്ലെ? അപ്പൊ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ആണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ അഥവാ വാട്സപ്പിലൊക്കെ ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ അത് ഇറ്റാലിക്സിൽ നമ്മൾ അയക്കണം. അപ്പൊ ഇതാണ് ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ. ലാറ്റിൻ പദം വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മൾ നെയിം ചെയ്യുന്നത്. പിന്നെ അത് എഴുതുമ്പോൾ ഇറ്റാലിക്സ് ആയിരിക്കണം വേണ്ടത്. ഓക്കെ, ബയോളജിക്കൽ നെയിമിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഫസ്റ്റത്തെ വേർഡിനെ വിളിക്കുന്ന പേര് ജീനസ് നെയിം, രണ്ടാമത്തെ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സ്പീഷീസ് നെയിം. ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടുള്ളതാണ് അല്ലെ? ഇനി ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ ബോർഡിൽ എഴുതിയിരിക്കുകയാണ് അല്ലെ, ഹാൻഡ് റിട്ടൺ ആണ്. ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ എഴുതാം? ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മാംഗോ അല്ലെ, നമുക്ക് ഇഷ്ടമുള്ള സംഭവമാണ് മാംഗോ, എല്ലാവർക്കും ഇഷ്ടമാണ് മാംഗോ കഴിക്കുക അല്ലെ? അപ്പൊ നമ്മുടെ മാംഗോന്റെ സയന്റിഫിക് നെയിം അഥവാ ബയോളജിക്കൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാഞ്ചിഫെറ ഇൻഡിക്ക എന്നാണ് അതിന്റെ പേരിട്ട. മാഞ്ചിഫെറ ഇൻഡിക്ക. പ്രത്യേകം മനസ്സിലാക്കണേ, ഇത് സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രിന്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചെരിഞ്ഞിങ്ങനെ കൊടുക്കുക, മാഞ്ചിഫെറ ഇൻഡിക്ക. അവിടെ അണ്ടർലൈൻ ഒന്നും വേണ്ട കേട്ടോ. പ്രിന്റ് ആണെങ്കിൽ അതേപോലെ ചെരിഞ്ഞിട്ട് നമ്മൾ ഇറ്റാലിക്സ് നമ്മൾ വാട്സപ്പിലൊക്കെ ചെയ്യുന്നതല്ലേ, അതേ സെറ്റപ്പിന് നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് ചെരിഞ്ഞിരിക്കണം, ഇറ്റാലിക് ആയിരിക്കണം. അത്രയ്ക്ക് എന്റെ പ്രത്യേകത ഉള്ളൂ. അടുത്ത റൂൾ എന്താ? ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. നിങ്ങൾ മനസ്സിലാക്കിയേ, ആദ്യത്തെ വേർഡ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, രണ്ടാമത്തെ വേർഡ് സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റത്തെ വേർഡ് ക്യാപിറ്റൽ ആയിരിക്കണം, രണ്ടാമത്തെ വേർഡ് സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, അതാണ് സെക്കൻഡ് വേർഡ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. നെയിം ഓഫ് ഓതർ അപ്പിയർ ആഫ്റ്റർ സ്പെസിഫിക് എപ്പിത്തറ്റ്. ഇപ്പോ നമ്മുടെ മാംഗോ എന്റെ സയന്റിഫിക് നെയിം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കാർലസ് ലിനേയസ് ആണ്. അപ്പൊ കാർലസ് ലിനേയസിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. അയാളാണ് ആ സയന്റിസ്റ്റ് ആണ് നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാ? കാർലസ് ലിനേയസ് ആണ്. ആളാണ് ഈ ഒരു സിസ്റ്റം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നെയിം ഓഫ് ഓതർ അപ്പിയർ ആഫ്റ്റർ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാഞ്ചിഫെറ ഇൻഡിക്ക അതിന്റെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ലിൻ എന്ന് കൂടെ എഴുതാം. സയന്റിസ്റ്റിന്റെ നമ്മുടെ ബയോളജിസ്റ്റിന്റെ പേര് കൂടെ അതിന്റെ സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായി. അതിന്റെ അർത്ഥം എന്താ? മാഞ്ചിഫെറ ഇൻഡിക്ക എന്നാണ് അതിന്റെ ബയോളജിക്കൽ നെയിം. അത് കണ്ടക്ട് ചെയ്താരാണ്? ലിൻ. മൊത്തം പേര് എഴുതണമെന്നില്ല, അബ്രിവേറ്റഡ് ഫോമിലും മതി. ഓക്കെ, നമുക്ക് കുറച്ച് ലിവിങ് ഓർഗാനിസത്തിന്റെ സയന്റിഫിക് നെയിം നോക്കിയാലോ. മാന്റെ ഹോമോസാപ്പിയൻസ്, സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണേ, ഹോമോസാപ്പിയൻസ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ഇത് സ്മോൾ ലെറ്റർ ആയിരിക്കണം ട്ടാ. ഹൗസ് ഫ്ലൈ മസ്കാ ഡൊമസ്റ്റിക്ക. മാംഗോ മാഞ്ചിഫെറ ഇൻഡിക്ക. വീട്ടിന്റെ ഗോതമ്പ് അല്ലെ, ട്രിറ്റിക്കം ഈസ്റ്റിവ. ഹണിബിയുടെ എപ്പിസ് ഇൻഡിക്ക. ടൈഗറിന്റെ പാന്തീറ ടൈഗ്രിസ്. ലയന്റെ പാന്തീറ ലിയോ. അപ്പൊ എല്ലാത്തിന്റെ ഒന്നാമത്തെ വേർഡ് ക്യാപിറ്റൽ ആയിരിക്കണം, രണ്ടാമത്തെ വേർഡ് സ്റ്റാർട്ടിങ് സ്മോൾ ലെറ്റർ ആയിരിക്കണം, എല്ലാം സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അല്ലെ, കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മളിവിടെ പഠിച്ചു ട്ടാ. ഇതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് നല്ലപോലെ പഠിക്കുക, നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. അതേപോലെ തന്നെ NCERT ബേസ്ഡ് ആണ് നമ്മൾ ക്ലാസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ആ നോട്ട്സ് ഒക്കെ അതേപോലെ ഒന്ന് എഴുതിയെടുക്കുക, പിന്നെ അത് നോക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.